بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم വായിക്കുക. തൂലിക കൊണ്ടെഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. വായിക്കുക. തൂലിക കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഇത് ചെങ്ങളായി, കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമം. തളിപ്പറമ്പ് ഇരിട്ടി സ്റ്റേറ്റ് ഹൈവേയിൽ ശ്രീകണ്ഠപുരത്തിനടുത്തുള്ള ഒരു പ്രദേശം. പ്രധാന മലയോര മേഖലകളിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ് ഈ നാട്. ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന കേന്ദ്രം. പുഴയും അരുവികളും ഇടനാടൻ കുന്നുകളും വിശാലമായ വയലേലകളും നിറഞ്ഞു നിൽക്കുന്ന ഹരിതാഭവും സുന്ദരവുമായ ഒരു ഗ്രാമം. മഴ ദൈവത്തിൻ്റെ വരദാനമാണ്. പക്ഷേ പ്രളയക്കെടുതിയിൽ വേദനിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട് ഇവിടെ. കാലവർഷം ഒന്ന് കനത്താൽ മതി, താഴ്ന്ന പ്രദേശങ്ങളിലെ വയലുകളിലും വീടുകളിലും മലവെള്ളം പാഞ്ഞുകയറും. വെള്ളം നിറഞ്ഞ് വാഹനഗതാഗതം തടസ്സപ്പെടുന്ന റോഡുകളിലൂടെയുള്ള തോണിയാത്ര ഏറെ കൗതുകമുണർത്താറുണ്ട്.
കർഷകർ, കർഷക തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, ചെങ്കൽ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ഉദ്യോഗസ്ഥർ, പ്രവാസികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ജനസമൂഹം. വ്യത്യസ്ത മതസ്ഥർ ഇവിടെ ഒരുമയോടെ കഴിയുന്നു. മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ പോരടിക്കാൻ ഇവർക്ക് മനസ്സില്ല. അതിർവരമ്പുകളില്ലാത്ത ഒരു സാമ്രാജ്യമുണ്ട് ഈ നാട്ടുകാർക്ക്. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു മഹാസാമ്രാജ്യം. സേവന തൽപരമായ ഒരു നല്ല മനസ്സുണ്ട് ഈ നാടിന്. പൊതുരംഗത്ത് കറകളഞ്ഞ പ്രവർത്തന പാരമ്പര്യവും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മഞ്ഞുതുള്ളികൾ വർഷിച്ചുകൊണ്ടുള്ള കുറെ സന്നദ്ധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളപട്ടണം പുഴയുടെ ഒരു പോഷക നദിയാണ് ചെങ്ങളായിപ്പുഴ. ഇതിൻ്റെ വടക്കേ തീരത്ത് മുങ്ങം, കൗവപ്രം, ചേരമൂല, ചെമ്പിലേരി, കുണ്ടങ്കൈ, അരിമ്പ്ര, പരിപ്പായി, കോട്ടപ്പറമ്പ ടൗൺ പ്രദേശം എന്നിവയും മലപ്പട്ടം പഞ്ചായത്തിൽപ്പെട്ട അടൂരും ചേർന്നതാണ് ചെങ്ങളായി മഹല്ല് മുസ്ലിം ജമായത്ത്. മത, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകളിൽ ചെങ്ങളായിലെ മുസ്ലിങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു മഹത്തായ സംഘടിത സംവിധാനം. പതിറ്റാണ്ടുകളുടെ അഭിമാനാർഹമായ പാരമ്പര്യവും സുദീർഘമായ നേട്ടവും ഈ മഹല്ലിന് അവകാശപ്പെടാനുണ്ട്. 750ഓളം മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മഹല്ലാണിത്. വിവിധ ഭൂപ്രദേശങ്ങളിലായി 11ഓളം പള്ളികൾ, മദ്രസ, സ്കൂൾ, അങ്ങനെ ഒരു ഉത്തമ ജനതയ്ക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു മഹല്ല്. ചെങ്ങളായി എന്ന പേരിന് ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ താമസം ആരംഭിച്ച ചെങ്ങള വീട്ടുകാരുടെ വകയായിരുന്നു കുണ്ടങ്കൈ വയൽ പ്രദേശം. ഇത് ചെങ്ങള വയൽ എന്നറിയപ്പെട്ടു. പിന്നീട് അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടിച്ചേർന്നാണ് ചെങ്ങളായി ഗ്രാമം രൂപപ്പെട്ടത്. ചെങ്കല്ലിന് പേരുകേട്ട സ്ഥലമായതുകൊണ്ടാണ് ചെങ്ങളായി എന്ന പേർ വന്നതെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. AD 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ മാലിക് ദീനാർ കേരളത്തിൽ വന്ന കാലത്ത് തന്നെ ഈ പ്രദേശത്തും ഇസ്ലാമിൻ്റെ സാന്നിധ്യം രൂപപ്പെട്ടിരുന്നു. മാലിക് ദീനാർ കൊടുങ്ങല്ലൂരിലും മാടായിലും പള്ളികൾ സ്ഥാപിച്ചു. തുടർന്ന് പൗത്രൻ ഹബീബ് മാലിക് ദീനാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വളപട്ടണം പുഴ വഴി ചെറുപട്ടണം എന്നറിയപ്പെടുന്ന ശ്രീകണ്ഠപുരത്ത് എത്തിച്ചേർന്നു. യാത്രാമധ്യേ കമ്പിൽ, തേർലായി, ചെങ്ങളായി എന്നിവിടങ്ങളിൽ മതം പ്രചരിപ്പിക്കുകയും അനുയായികളെ ചേർക്കുകയും ചെയ്തു. പുരാതന ചരിത്രരേഖകളിൽ ശ്രീകണ്ഠപുരം, ചെങ്ങളായി പ്രദേശങ്ങൾ ജർഫട്ടാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എത്രയെത്ര ഗതകാല സ്മരണകളാണ് ഈ നിരത്തുകൾക്ക് പറയാനുള്ളത്. ഓരോ തലമുറയുടെയും വ്യത്യസ്തമായ കച്ചവട സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ ഈ പീഡികമുറികളിൽ ഉറങ്ങിക്കിടക്കുന്നു.
അരനൂറ്റാണ്ട് മുമ്പ് വരെ ഈ മലയോര മേഖലയിലെ ഒരു പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ചെങ്ങളായി. മലയോര ജനതയുടെ കാർഷിക വിഭവങ്ങൾ കാളവണ്ടികളിലും തലച്ചുമടായി ചെങ്ങളായി അങ്ങാടിയിലെത്തിച്ച് അവിടെ നിന്ന് തോണിമാർഗം വളപട്ടണത്ത് കൊണ്ടുപോയി വ്യാപാരം നടത്തിയിരുന്നു. ഈ നാടിനെ തിരക്കേറിയ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയത് ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ നെഞ്ചിലേറ്റി വളപട്ടണത്തേക്ക് ഒഴുകുന്ന പുഴയാണ്. തളിപ്പറമ്പ് മുതൽ ചെങ്ങളായി വരെ റോഡ് സൗകര്യമുണ്ടായത് 1940കളുടെ തുടക്കത്തിലാണ്. അന്ന് മോട്ടോർ വാഹനങ്ങളും കരി ഗ്യാസ് വണ്ടികളും ചെങ്ങളായി വരെ സർവീസ് നടത്തിയിരുന്നു. തൊട്ടടുത്ത പുഴയോര ഗ്രാമങ്ങളുമായി ചെങ്ങളായിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. പുഴയ്ക്ക് അഭിമുഖമായാണ് പല വീടുകളും നിർമ്മിച്ചിരുന്നത്. ചെങ്ങളായിലെ പൂർവികരിൽ പലരും പുഴയോര ഗ്രാമങ്ങളിൽ നിന്ന് താമസം മാറ്റിയവരും വിവാഹം കഴിച്ചു കൂടിയവരുമാണ്. 1962 ശ്രീകണ്ഠപുരം കോട്ടൂർ പാലം പൂർത്തിയായതോടെയാണ് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ ചെങ്ങളായിയുടെ പ്രതാപം നഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഇത് മൈതാനിപ്പള്ളി, ചെങ്ങളായിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. ശ്രീകണ്ഠപുരത്തെ കാരണവന്മാർ നേതൃത്വം നൽകിയിരുന്ന മഹല്ല് കമ്മിറ്റി നൽകിയ സ്ഥലത്താണ് 1930കളിൽ ഈ പള്ളി സ്ഥാപിച്ചിരുന്നത്. മൺമറഞ്ഞുപോയ മഹാരഥന്മാരും പൂർവികരും ഈ സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടുത്തുകാരുടെ ഏക ഖബർസ്ഥാനം. ജീവിതം അസ്തമിക്കുമ്പോൾ ചരിത്രം ഇവിടെ ആരംഭിക്കുകയായി. ഗതകാല സ്മരണകളുടെ നിഴലുകൾ ഇവിടെ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്നു. ചെങ്ങളായിലെ ആദ്യത്തെ ഓത്തുപള്ളിയും ഇവിടെയായിരുന്നു. പുഴയോരത്തെ ഇളം കാറ്റേറ്റ് മുഹമ്മദ് മുക്രി എന്ന ആദ്യ ഗുരുവര്യന്റെ നാവിൽ നിന്നും മതപാഠങ്ങൾ കേട്ടുപഠിച്ച കേന്ദ്രം. 1954 വരെ മഹല്ല് ഭരണം നടത്തിയത് പള്ളി കാരണവന്മാരായിരുന്നു. അക്കാലത്തെ അറിയപ്പെടുന്ന പണ്ഡിതനും ആദരണീയനുമായ കുതുമ്പിത്തങ്ങൾ ഇവിടെ വന്നപ്പോൾ നൽകിയ നിർദ്ദേശപ്രകാരമാണ് മഹല്ല് നിവാസികൾ തെരഞ്ഞെടുത്ത കമ്മിറ്റികൾ മഹല്ലിൻ്റെയും മദ്രസയുടെയും ഭരണം നടത്താൻ തുടങ്ങിയത്. മൈതാനിപ്പള്ളിയിൽ ആരംഭിച്ച ഓത്തുപള്ളി വ്യവസ്ഥാപിതമായ രീതിയിൽ മദ്രസയായി പ്രവർത്തിച്ചു തുടങ്ങിയത് 1935 ശേഷമാണ്. തുടർന്ന് 1963 സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരവും ലഭിച്ചു. മദ്രസത്തുൽ ഇർഷാദ് 700-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സെക്കൻഡറി മദ്രസ. ശ്രീകണ്ഠപുരം റേഞ്ചിലെ ഏറ്റവും വലിയ മദ്രസയാണ്. 20ഓളം അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഉയർന്ന പഠന നിലവാരം പുലർത്തുന്ന ഈ മദ്രസ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുകയെന്ന ഉത്കൃഷ്ടമായ ദൗത്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ മതബോധനത്തിൻ്റെ പ്രസക്തി അവിതർക്കിതമായി തീരുന്നു.
1950, 1990 കാലങ്ങളിൽ ചങ്ങളായിയുടെ ആത്മീയ ഗുരുവായ ഫഖറുദ്ദീൻ മൗലവിയും ചെറുകുന്ന് മൊയ്തീൻ മൗലവി, KP അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജുമായത്ത് പള്ളിയിൽ വെച്ച് ദർസ് പഠനം അഥവാ ഉന്നത മതപഠനം നടത്തിയിരുന്നു. ഒരു തലമുറയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പഴയ ജമായത്ത് പള്ളി ദർസ് പഠനത്തിൻ്റെയും മറ്റും ഗതകാല സ്മരണകളുടെ നിത്യസ്മാരകം കൂടിയായിരുന്നു. 1900 സ്ഥാപിതമായ കുടിപ്പള്ളിക്കൂടമാണ് ചങ്ങളായിലെ ആദ്യ വിദ്യാലയം. ഇതാണ് ചങ്ങളായി AUP സ്കൂൾ. 1941 ചങ്ങളായി മാപ്പിള ALP സ്കൂൾ സ്ഥാപിതമായത്. ആദ്യം ഇത് ചങ്ങളായി ബസാറിൽ ഒരു പീഡിക മുറിയിലാണ് നടത്തിയിരുന്നത്. കൊളയക്കര കുഞ്ഞുമൊയ്തീന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനം 1966 ചങ്ങളായി മദ്രസത്തുൽ ഇർഷാദ് ദർസ് എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് കൈമാറുകയുണ്ടായി. ഇവിടുത്തെ ആദ്യ അധ്യാപകൻ ചിണ്ടൻകുട്ടി മാസ്റ്ററായിരുന്നു. 1951 P. അഹമ്മദ് മാസ്റ്റർ അധ്യാപകനായി ചേർന്നതോടെയാണ് ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറെ പുരോഗമിക്കാൻ തുടങ്ങിയത്. EP മധുസൂദനൻ മാസ്റ്ററാണ് ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ. 5 കെട്ടിടങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യ അഭ്യസിക്കുന്നു. സേവനമനുഷ്ഠിക്കാൻ 13 അധ്യാപകരും. പരിമിതമായ സൗകര്യങ്ങളിലും പാഠ്യേതര മേഖലകളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ വിദ്യാലയം ഇരിക്കൂർ ഉപജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ്. അഖിലേന്ത്യാ തലത്തിൽ നടന്ന ഖബ ബുൾബുൾ ഉത്സവത്തിൽ പങ്കെടുത്ത് ഈ വിദ്യാലയം മികവ് തെളിയിച്ചു. തുടർച്ചയായ 2ാം വർഷവും നൂതന അധ്യാപക അവാർഡ് ഈ വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീമതി പ്രേമലത ടീച്ചർക്ക് ലഭിച്ചു. അറബി കലാമേളയിൽ സബ് ജില്ലാ തലത്തിൽ തുടർച്ചയായ 9 വർഷം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മികവിന്റെ അംഗീകാരം കൂടിയായി ഈ വിദ്യാലയം. അൽ ഇർഷാദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചങ്ങളായി മദ്രസത്തുൽ ഇർഷാദ് ദർസ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ മറ്റൊരു സ്ഥാപനം. 2000 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ മഹത്തായ സംരംഭമാണ്. ഇവിടെ 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുകയും 8 അധ്യാപകർ സേവനമനുഷ്ഠിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് മികച്ച യാത്രാ സൗകര്യവും സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്.